എനിക്കറിയുന്നില്ല ആരൊക്കെ ഉള്ള ഇവിടെ ചോദിച്ചോ ചോദിച്ച് കിട്ടിയില്ലേ ഉള്ളൂ. അമ്മാവ് നല്ല മനുഷ്യനാണ്. അമ്മാവോ അമ്മാവാ അമ്മാവോ ആ സുമേഷ് അല്ലായിരുന്നു നമ്മുടെ അമ്പലത്തിലെ ഉത്സവം അമ്മാവാ. ഇതിനായിട്ട് ഇറങ്ങിയതാ. ഒട്ടിച്ചോടി എന്തേലൊക്കെ തരണം. നാടകം അല്ലയോ? ആ നാടകം ഒരു 500 എഴുതട്ടോ. ആഹാ അയ്യോ 500 രൂപ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോ ഇവിടെ വാരി തളർന്നു നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ആളെ എനിക്ക് അറിയത്തില്ലേ. ഒരു 100എങ്കിലും. 100 രൂപയെ എന്റെ പൊന്നു മക്കളെ അതുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങള് കഞ്ഞി കുടിച്ചേനെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ. ഒരു 10 രൂപ അമ്മാവാ. 10 രൂപയോ? എടാ 10 രൂപ ഉണ്ടായിരുന്ന ഇപ്പൊ സുമേഷ് വന്ന വണ്ടി ഞാൻ എടുത്ത് കൊടുക്കുക പാല് വാങ്ങിക്കാൻ പോകാനായിട്ട്. ഇല്ല മക്കളെ ശരി അമ്മാവാ. ഞാൻ അപ്പോഴേ പറഞ്ഞു ജിമ്മേൽ വെറും നക്കിയാണ് വേണ്ടായിരുന്നു. ഓ എന്നാ ചൂടാ. ഓരോരുത്തന്മാരെ അയക്കോ രാവിലെ പിരിവെന്നും പറഞ്ഞു. ആ നാടകം ഉണ്ടല്ലോ പോയി കാണാം. അയ്യോ എന്നാ ചൂടാ. ഫാനിടണോ? ഓ വേണ്ട അല്ലേ കോട്ടെ ലൈറ്റ് ഇടാം ഓഫീസ്. ഓ കരണ്ടിക്കാർ ചെന്നാ പോയില്ല. Mau, 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 mau. കണ്ടുപരിചയല്ലോ. ഞാൻ ഇവിടെ മുക്കിലുള്ള മാമ. നമ്മളെ ഈ പ്രളയത്തിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് കുറച്ച് പച്ചക്കറി കിറ്റും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അതിന്റെ ഫണ്ടിലോട്ട് കുറച്ച് സംഭാവന കിട്ടിയായിരുന്നു. ഓ കഴിഞ്ഞ പ്രളയത്തിലേ ഞങ്ങളുടെ വരുത്തിലെല്ലാം കൂടെ വിളിച്ചു കേട്ടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. മാമന്റെ അക്കൗണ്ട് 100 എഴുതട്ടെ. എന്തോ 100 പോയ പോലെ അവിടെ നിന്ന് ഇവിടെ വാരി തളർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നാവുന്നു. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ മാമ എല്ലാം ശരിയാവും. മാമൻ ഒരു 50 ആക്കിയാലോ? ആദ്യം പോയിട്ട് എന്റെ റെഡിയാക്കി എന്നിട്ട് ഞാൻ പൈസ തരാം. മാമ ഞാൻ അവിടുത്തെ വില്ലേജ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങളെ വരുത്തിൽ ഒലിച്ചു പോയി. ഞങ്ങൾക്ക് പൈസ തരണം. ഞാനൊരു 10 എഴുതിയാലോ? 10 പാരസെറ്റമോൾ വാങ്ങിക്കാൻ അവിടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നില്ല. ഇതുവരെ ഞങ്ങളുടെ ഈ പെൻഷൻ പോലും കിട്ടിയിട്ടില്ല. മാമന്റെ വീട്ടിൽ കയറി എന്നെ വേണം മാമ തൊഴിക്കാൻ. ശരിയെന്നാ ഞാൻ പോട്ടെ. ശരി മോനെ പോട്ടോ. എന്റെ മോനെ ഇവിടെ പിരിവൊന്നുമില്ല. ഇമ്മ രാവിലെ 2 പേര് വന്നായിരുന്നു. മക്കളെ ഇവിടെ ഒന്നുമില്ല മക്കളെ. ഭാര്യ തളർന്നു നടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നാവുന്നു മക്കളെ. ഞാൻ എന്തോ ചെയ്യാന്ന് ഇവിടെ മരുന്ന് വാങ്ങിക്കാൻ കാച്ചില്ല. പട്ടിണിയാ മക്കളെ. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അമ്മാവാ ഞാനീ സഞ്ചാരി പറയാൻ പോലെ എന്നോട് നിന്റെ അമ്മാവ ഇതെല്ലാം പറയുന്നേ. സഞ്ജയ്